സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുത് എന്നമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധര തൻ വദനാന്തരേ വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർക്കുല മൗലിമാണിക്യമേ. യുദ്ധമവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ചുദ്ധാനവും ചെയ്ത് കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം. ഞാനറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാളെന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദമവനില്ലൊരിക്കലും. അശ്രാന്തം എന്നെയത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്ത് രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവ ആകുലചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ.
ത്വത്പുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ. ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ട് നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം. ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണിയിൽ വാഴ്കയിൽ നല്ലോ മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വത്സുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ട് കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന് വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർദ്ധിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നുടെ സൈന്യൈ സമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകമ്പൊക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരേ. നിൻതൊഴിൽ കണ്ടതിസന്തോഷം ഉൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ. രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാം. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൂണ്ടോരു കാർകൂന്തലഴിച്ചിട്ട് പൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ. മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്ന കൈകേയിയും പദ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാൾ, ഇനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്ന് ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ ഔവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും
ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശികവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തഃപുരമകമ്പു കരുളേടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായ കാരണം എത്രയും വിഹ്വലനായോരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവളിന്നെങ്ങു പോയിനാൾ. മന്ദമാകുന്നിതുന്മേഷമെൻ മനസ്സേ ചൊല്ലുവിൻ ദാസികളെ ഭവസ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലം ഏതുമറിഞ്ഞീല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിൻ തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ട് ഭയേന മഹീപതി ചെന്ന അങ്ങരികത്തിരുന്നു. സസംഭ്രമം മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ നാഥേ. വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ. മത്പ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോട് ആരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർദ്ധപതിയാക്കി വെപ്പൻ അവനെ ഞാൻ. അർദ്ധവാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിടുവൻ വധ്യനാക്കിടാം. അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം. മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മത്പ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മത്പുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. യുദ്ധം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്ത് മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നോടെ പദ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിടായ സത്യത്തെ മന്നവ. എങ്കിലോ പണ്ട് സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായി അന്ന് ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു. ഭവാങ്കലതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതനു ചെയ്യണമെന്നതും
പിന്നെ മറ്റേത് രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ച് മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമൻ ഉഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിലിന്ന് മരണമെനിക്കില്ല നിർണയം എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റാദ്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയമുപസ്ഥിതമാകയോ കിം കിമേ തത്കൃതം ശങ്കരാ ദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവ മുര ചെയ്തോ. എന്തിവണ്ണം പറയുന്നിതു ഭദ്രേ നീ എന്ത് നിന്നോടു പിഴച്ചിതു രാഘവൻ മത്പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ. പങ്കജനേത്രനാം രാമനുഷസിന് ശങ്കാവിഹീനം വനത്തിനു പോകായികിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവിരാജ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടൊല. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ച് ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതോ വത്സര തുല്യയായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യസ്തുതി ജയശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന. കൈകേയിയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർദ്ധമായി തത്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദിജനങ്ങളും
താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കുടതട ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദി അലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാതിയും വാര നാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടു മേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതിരമ്യ മകരായുധമണികുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാഭയും കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയം കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്ര സന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ട് കുമ്പിട്ടു കൂപ്പിയിടുമോരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭജംഘയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാമങ്കൃതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലീയാദി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രൻ മുദാ കാണായി വരുന്നു നമുക്കിനിയെന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദനിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന ചേർത്ത വിഷാദമോട് ഔത്സുക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡ ദേവനെ കാണാഞ്ഞ് നോക്കിയും പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികളാദരാൽ. അന്നേരമാദിത്യനും ഉദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകമ്പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവരാ ജയ ജയ. യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുദ്ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ട സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്ന് മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോട് എന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യത് പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന്
രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രർ ഉഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമ വിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ട അനന്തരമാരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്ന് താത ദുഃഖത്തിന് നേരെ പറവിനറിഞ്ഞവരെന്ന അതുകേ നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിലെളുതിനി താതന് ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ അതു ചിത്തഹിതം. നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. 2 വരം മമ ദത്തമായിട്ടുണ്ട് പണ്ട് നിന്താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുത്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുട താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിയ നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനീ ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യം എന്നാലെന്നറിയ നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയ നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്ക് എന്നറിയ നീ. താതകാര്യം അനാജ്ഞത്തനെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ
താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവന്, ഇന്നതു ദുഃഖമാകുന്നതും എന്നത് കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായത്, ചെയ്ക അഭിഷേകം ഭരതന്. ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവ്, അതു ചിന്തിച്ച് ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന് മതി അവൻ, രാജ്യമുപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതോ, ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹം എന്നെക്കുറിച്ചേറും അമ്മയ്ക്ക്, മദ്ദേഹമാത്രം ഭരിക്കെന്ന് വിധിക്കയാൽ. ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിടിനാൻ. താതന് തന്നുടെ യൗവനവും നൽകി ജരാനരയും വാങ്ങി. ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച മത്പിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീജിതനായി അതികാമുകനായൊരു രാജാധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാ, അല്ലായെങ്കിലെന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാംബുധേ രാഘവാം. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ, ഹാ ഹാ രാമ ഹാ രാമ, ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പലജാതി പറകയും കണ്ണുനീരോലോല വാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോവിതൻ തഥാ. എന്തിനെൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്ക് വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ച് മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്ന് അരുൾ ചെയ്തു ദേവനും. മാതൃഗേഹം പൊക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവ
ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ, രാമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്ന്. അപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ വന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമ കളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ, എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായത്? പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീയെന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയപുത്രിയാമമ്മയ്ക്ക് മത്പിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. താപസമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു അങ്ങു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്ന് താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലം എന്ത് ഇതു കാരണമുണ്ടാവാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ച താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിന് അയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമിതിന് ശോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്ക് അതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.